സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത ഏകസപ്തതിതമോധ്യായഃ. 71-ാമത്തെ അധ്യായത്തിലെ 23 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനെയും പത്നിമാരെയും ബന്ധുക്കളെയും സൈന്യങ്ങളെയും എല്ലാം യുധിഷ്ഠിരനും മറ്റും ചേർന്ന് യഥോചിതം സ്വീകരിച്ചു. കുന്തി ദേവിയുടെ കൽപ്പന പ്രകാരം പാഞ്ചാലി കൃഷ്ണപത്നിമാരെ ഉപചരിച്ചു. കൃഷ്ണനെയും പത്നിമാരെയും കാണാൻ വീഥികളിൽ ധാരാളം ജനങ്ങൾ തടിച്ചുകൂടി നിന്നിരുന്നു. അവരെല്ലാം കൃഷ്ണനെ കണ്ട് നിർവൃതി നേടി. ധർമ്മപുത്രരുടെ അതായത് യുധിഷ്ഠിരന്റെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ കുറെ മാസം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 24. ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അഭ്യയാത് സ ഋഷികേശം പ്രാണാപ്രാണം വിവാദൃതഃ. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനെ യുധിഷ്ഠിരനും മറ്റും ചേർന്ന് സ്വീകരിക്കുന്നതാണ്. അപ്പൊ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി. ഗീത വാദിത്ര ഘോഷേണ, പാട്ട്, വാദ്യം ഇവയുടെ ഘോഷത്തോടും ഭൂയസ അധികരിച്ചതായ ബ്രഹ്മഘോഷേണ അതായത് വേദമന്ത്രങ്ങളോടും കൂടി സഹ അവൻ യുധിഷ്ഠിരൻ പ്രാണം ഇവ അതായത് ഇന്ദ്രിയങ്ങൾ മുഖ്യപ്രാണനെ എങ്ങനെ അനുഗമിക്കുമോ, അപ്പൊ മുഖ്യപ്രാണൻ ശരീരം വിട്ടു പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പെട്ടെന്ന് അതിന്റെ പുറകെ പോകുമോ അതുപോലെ മുഖ്യപ്രാണൻ എന്നിവിടെ ഭഗവാനെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഭഗവാനെ കണ്ട മറ്റ് പ്രാണന്മാർ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അല്ലാതെ അതായത് യുധിഷ്ഠിരനും മറ്റുള്ളവരും കൃഷ്ണനെ പെട്ടെന്ന് തന്നെ ചെന്ന് എതിരേറ്റ് വന്ദിച്ചു. ആദരപൂർവ്വം എതിരേറ്റാൻ ഗമിച്ചു. അതായത് പ്രാണങ്ങളെ ഉപപ്രാണൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രാണങ്ങളുടെ പുറകെ പോകുമോ അതുപോലെ ഇവരെല്ലാവരും വേഗം എണീറ്റ് ഭഗവാനെ എതിരേക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് പോയി. ഗീതവാദിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അഭ്യയാത് സ ഋഷികേശം പ്രാണാപ്രാണം വിവാദൃതഃ. ശ്ലോകം 25. ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയാ കൃഷ്ണം സ്നേഹേന പാണ്ഡവ ചിരാദൃഷ്ടം പ്രിയതമം സ്വസജേധ പുനഃ. ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയഃ കൃഷ്ണം സ്നേഹേന പാണ്ഡവഃ ചിരാത് ദൃഷ്ടം പ്രിയതമം. ചിരാത് ദൃഷ്ടം പ്രിയതമം വളരെ കാലമായിട്ട് കാണാതെ ഇരിക്കുന്ന പ്രിയതമനെ കാണാൻ എങ്ങനെ പ്രിയതമമാർ ഓടിച്ചെല്ലുമോ അതുപോലെ ഇപ്പൊ വളരെ കാലമായിട്ട് ഇവരും കൃഷ്ണനെ കാണാതിരിക്കുകയാണ്. അങ്ങനെ വളരെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ദൃഷ്ടം കാണപ്പെടുന്നവനും പ്രിയതമം ഏറ്റവും പ്രിയനുമായ കൃഷ്ണനെ ദൃഷ്ടുവ കണ്ടിട്ട് സ്നേഹം കൊണ്ട് വിക്ലിന്ന ഹൃദയ ആർദ്രമായ ഹൃദയത്തോടുകൂടി വളരെ കാലമായി കാണുകയാണ് കൃഷ്ണനെ. അപ്പം ഭയങ്കരമായിട്ട് ആർദ്രമായ ഹൃദയത്തോടുകൂടിയ പാണ്ഡുപുത്രൻ യുധിഷ്ഠിരൻ പാണ്ഡുപുത്രൻ അതാ പിന്നെയും സസ്വജേ ആലിംഗനം ചെയ്തു. കൃഷ്ണനെ കണ്ടതും ഓടിച്ചതും വളരെ കാലമായിട്ട് കാണാതിരുന്നതാണ്. അപ്പോൾ ഓടിച്ചെന്ന് അതായത് പ്രാണന്റെ പുറകെ എങ്ങനെയാണോ ഉപപ്രാണന്മാർ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഓടിപ്പോകുന്നത് അതുപോലെ ഓടിച്ചെന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. ദൃഷ്ട്വാ വിക്ലിന്ന ഹൃദയ കൃഷ്ണം സ്നേഹേന പാണ്ഡവഃ ചിരാദൃഷ്ടം പ്രിയതമം സസ്വജേധ പുനഃ. ശ്ലോകം 26. ദോർഭ്യാം പരിഷജ്യ രമാമലാലയം മുകുന്ദഗാത്രം നൃപതീർഹുതാശുഭ ലേഭേ പരാം നിർവൃതിം അശ്രുലോചനോ ഹൃഷ്യത്തനുർ
വിസ്മൃത ലോകവിഭ്രമഃ ദോർഭ്യാം പരിഷജ്യ രമ അമലാലയം. രമ എന്ന് വെച്ചാൽ ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിയുടെ അമല ആലയം, നിർമ്മലമായ വാസസ്ഥാനമായിരിക്കുന്ന ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനം ഭഗവാന്റെ മാറിടത്തിലാണല്ലോ. അങ്ങനെ ലക്ഷ്മീദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന മുകുന്ദഗാത്രം ഭഗവാന്റെ ശരീരത്തെ ദോർഭ്യാം 2 കൈകൾ കൊണ്ടും പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട്, അപ്പൊ ആലിംഗനം ചെയ്തപ്പോ എന്ത് ചെയ്തു? ഹുദാ അശുഭഃ, അതായത് യുധിഷ്ഠിരന്റെ ഉള്ളിലുണ്ടായിരുന്ന അശുഭ ചിന്തകളെല്ലാം ഇല്ലാതായി. ഭഗവാന്റെ ആലിംഗന സ്പർശനം കൊണ്ട് തന്നെ യുധിഷ്ഠിരന്റെ ഉള്ളിലുണ്ടായിരുന്ന അശുഭ സകല പാപങ്ങളും ഇല്ലാതായി. അപ്പൊ ഞാൻ, നീ, നിന്റെ എന്നുള്ള ഭാവന എല്ലാം മറന്ന് നൃപതി രാജാവ് യുധിഷ്ഠിരൻ അശ്രുലോചന, കണ്ണുനീരൊഴുക്കി, ആനന്ദാശ്രുക്കൾ ഒഴുക്കി, ഹൃഷ്യത്തനു രോമാഞ്ച പുളകിതനായി, വിസ്മൃത ലോകവിഭ്രമ, വിസ്മരിക്കപ്പെട്ട ലോകഭ്രമത്തോടുകൂടി, അതായത് ഈ ലോകഭ്രമങ്ങളെല്ലാം പോയി, ഞാനെന്നും എന്റേതെന്നുള്ള എല്ലാ ഭാവങ്ങളും പോയി, പരാം നിർവൃതി, പരമമായ നിർവൃതിയെ, സുഖത്തെ ലേഭെ പ്രാപിച്ചു. അതുവരെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ദുഃഖങ്ങളും, മമത്വവും, ഞാനെന്ന് നീ എന്നുള്ള ഭാവങ്ങളും അശുഭചിന്തകളും എല്ലാ പാപങ്ങളും നീങ്ങി ആനന്ദത്തിലാറാടി പരമനിർവൃതി പൂണ്ടു. ഭഗവാന്റെ ആ സ്പർശനം കൊണ്ട് യുധിഷ്ഠിരന്റെ എല്ലാ മനോദുഃഖങ്ങളും ഇല്ലാതായി. ദോർഭ്യാം പരിഷജ്യ രമാമലാലയം മുകുന്ദഗാത്രം നൃപതീം ഹുദാശുഭ ലേഭേ പരാം നിർവൃതിമശ്രുലോചനോ ഹൃഷ്യസ്തനുർവിസ്മൃതലോക വിഭ്രമഃ. ശ്ലോകം 27. തമ്മാതുലേയം പരിരഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമജവാകുലേന്ദ്രിയ യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃത്ത ബാഷ്പ പരിരേഭിരേച്യുതം. തം മാതുലേയം പരിരഭ്യ നിർവൃതഃ. മാതുലേയം അമ്മാവന്റെ പുത്രനായ തം അവനെ പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട്, അമ്മയുടെ സഹോദരന്റെ പുത്രനാണല്ലോ, അമ്മാവന്റെ പുത്രനായ അവനെ ആലിംഗനം ചെയ്തിട്ട് നിർവൃതിയെ പ്രാപിച്ചിരിക്കുന്ന ഭീമഹ ഭീമൻ സ്മയൻ മന്ദഹാസം ചെയ്യുന്നവനും. അപ്പൊ എല്ലാവരും ആദ്യം യുധിഷ്ഠിരൻ ആലിംഗനം ചെയ്തു, അത് കഴിഞ്ഞ് ഭീമൻ, അത് കഴിഞ്ഞ് എല്ലാവരും ആലിംഗനം ചെയ്തു. പ്രേമ ജപ ആകുലേന്ദ്രിയ, പ്രേമവേഗത്താൽ ആകുലങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനായി ഭവിച്ചു. അപ്പൊ അങ്ങനെ യുധിഷ്ഠിരനും നിർവൃതി പൂണ്ടു, അതുപോലെ തന്നെ ഭീമനും ആലിംഗനം ചെയ്ത് നിർവൃതി പൂണ്ടു. യമൗ നകുലനും സഹദേവനും കിരീടീച്ച അർജുനനും മുതാ സന്തോഷത്താൽ പ്രവൃത്ത ബാഷ്പ ഏറ്റവും സുഹൃത്തായിരിക്കുന്ന അച്യുതനെ, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവനെ, ആ പരിപൂർണ ആനന്ദ സ്വരൂപനെ പരിരേഭിരെ ആലിംഗനം ചെയ്തു. അപ്പൊ എല്ലാവരും ആലിംഗനം ചെയ്തു. അതിന്റെ ആ പ്രായത്തിന്റെ മുറയ്ക്കനുസരിച്ച് എല്ലാവരും, യുധിഷ്ഠിരൻ, പിന്നെ ഭീമൻ, പിന്നെ അർജുനൻ, നകുല സഹദേവന്മാർ എല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്തു. തമ്മാതുലേയം പരിരഭ്യ നിർവൃതോ ഭീമസ്മയൻ പ്രേമ ജവാകുലേന്ദ്രിയ യമൗ കിരീടീ ച സുഹൃത്തമം മുദാ പ്രവൃത്ത ബാഷ്പ പരിരേഭിരേച്യുതം. ശ്ലോകം 28. അർജുനേന പരിഷ്വക്തോ യാമാഭ്യാമഭിവാദിതഃ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ വൃദ്ധേഭ്യശ്ച യഥാർഹതഃ. അർജുനേന പരിഷ്വക്തഃ, അർജുനനാൽ പരിഷ്വക്തഃ ആലിംഗനം ചെയ്യപ്പെട്ടവനും, യമാഭ്യാം നകുല സഹദേവന്മാരാൽ അഭിവാദിത വന്ദിക്കപ്പെട്ടവനുമായിട്ട്, യഥാ അർഹത യോഗ്യത അനുസരണം, ബ്രാഹ്മണേഭ്യ ബ്രാഹ്മണർക്കായിക്കൊണ്ടും, വൃദ്ധേഭ്യ വൃദ്ധന്മാർക്കായിക്കൊണ്ടും നമസ്കരിച്ചു. അതായത് പ്രായസാമ്യ നിമിത്തം അർജുനൻ ആലിംഗനം ചെയ്തു. പിന്നെ ഭക്ത്യാധിക്യ നിമിത്തം പാദങ്ങൾ നമസ്കരിക്കാൻ ഭാവിച്ചപ്പോൾ കൃഷ്ണൻ കൈകൊണ്ട് പിടിച്ചു നിർത്തി. നകുലനും സഹദേവനും ഇളയവരാണല്ലോ, അപ്പൊ അവർ പാദങ്ങൾ വീണ് നമസ്കരിച്ചു. ഇങ്ങനെ പാണ്ഡവർ വന്നിച്ച ശേഷം ശ്രീകൃഷ്ണൻ തന്നെ എതിരേക്കാൻ വന്നിരിക്കുന്ന സംഘത്തിലുള്ള ബ്രാഹ്മണരെയും വൃദ്ധന്മാരെയും യഥായോഗ്യം നമസ്കാരാദികൾ ചെയ്തു. അർജുനേന പരിഷ്വക്തോ
യാമാഭ്യാമഭിവാദിതഃ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ കൃത്യേഭ്യശ്ച യഥാർഹതഃ. ശ്ലോകം 29. മാനിതോ മാനയാമാസ കുരു സൃഞ്ജയ കേകയാൻ സൂതമാഗത ഗന്ധർവ ബന്ധിനാചോപമന്ത്രിണഃ. മാനിതഃ മാനിക്കപ്പെട്ടവനായിട്ട് കുരു സൃഞ്ജയ കേകയ. കുരു സൃഞ്ജയന്മാർ കേകയന്മാർ ഇവരും മാനയാമാസ മാനിച്ചു. അതായത് കുരുക്കൾ, സൃഞ്ജയന്മാർ, കേകയന്മാർ ഇവരും അവരുടെ അധിപന്മാരും കൃഷ്ണനെ യഥാക്രമം മാനിച്ചു. സൂതമാഗത ഗന്ധർവ, സൂതന്മാർ, മാഗധന്മാർ, ഗന്ധർവന്മാർ, ബന്ധിനഃ ബന്ധികൾ, ഉപമന്ത്രികൾ ഇവരെല്ലാം ഭഗവാനെ നമസ്കരിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ബാക്കി അടുത്ത ശ്ലോകത്തിലാണ്. ശ്ലോകം 30. മൃദംഗ ശംഖ പടഹ വീണ പണവ ഗോമുഖൈ ബ്രാഹ്മണ ചാരവിന്ദാക്ഷം തുഷ്ടുപുർനനുദുർജഗുഹു. ബ്രാഹ്മണാച്ച ബ്രാഹ്മണരും മൃദംഗ ശംഖ പടഹ വീണ പണവ ഗോമുഖ. മൃദംഗം, ശംഖം, പടഹം, വീണ, പണവം, ഗോമുഖം എന്നീ വാദ്യഘോഷങ്ങൾ കൊണ്ട് അരവിന്ദാക്ഷനെ സ്തുതിച്ചു. അപ്പൊ എല്ലാവരും മാഗധന്മാർ, ഗന്ധർവന്മാർ, ബന്ദികൾ, ഉപമന്ത്രിമാർ, ബ്രാഹ്മണർ എല്ലാവരും ഭഗവാനെ എന്ത് ചെയ്തു? സ്തുതിച്ചു. പിന്നെ അപ്സരസുകളൊക്കെ, ഗന്ധർവന്മാരൊക്കെ പാട്ടുപാടി പാട്ടുപാടി നൃത്തം ചെയ്തു. 29, 30 വായിക്കാം. മാനിതോ മാനയാമാസ കുരു സൃഞ്ജയ കേകയാൻ സൂതമാഗത ഗന്ധർവം ബന്ധിനച്ചോപമന്ത്രിണഃ മൃദംഗ ശംഖപടഹ വീണാപണവ ഗോമുഖൈഃ ബ്രാഹ്മണശ്ചാരവിന്ദാക്ഷം തുഷ്ടുവർനനുദുർജഗു. ശ്ലോകം 31. ഏവം സുഹൃദ്ഭേ പര്യസ്ത പുണ്യശ്ലോകശിഖാമണിഃ സംസ്തൂയമാനോ ഭഗവാൻ വിവേശാലങ്കൃതം പുരം. ഏവം ഇപ്രകാരം സുഹൃത്തുക്കളാൽ പരിസ്ഥഃ ചുറ്റപ്പെട്ട പുണ്യശ്ലോക ശിഖാമണി, പുണ്യ കീർത്തിയുള്ളവരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ ഭഗവാൻ കൃഷ്ണൻ, അതായത് പുണ്യശോക ശിഖാമണിയായ ഭഗവാൻ, പുണ്യകീർത്തിയുള്ളവരിൽ ഏറ്റവും ഉത്കൃഷ്ടനായവൻ ഭഗവാൻ കൃഷ്ണൻ സംസ്തൂയമാനഃ സമ്യക്കാവുന്ന നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവനായി അലങ്കരിക്കപ്പെട്ട പുരത്തെ പ്രവേശിച്ചു. അപ്പോൾ പുരമെല്ലാം നല്ലവണ്ണം അലങ്കരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ അവർ പ്രവേശിച്ചു. ഏവം സുഹൃദ്വൈ പര്യസ്ത പുണ്യശ്ലോക ശിഖാമണിഃ സംസ്തൂയമാനോ ഭഗവാൻ വിവേശാലങ്കൃതം പുരം. ശ്ലോകം 32. സംസിക്തവർണകരിണാം മതഗന്ധതോയൈ ചിത്രധ്വജൈ കനകതോരണ പൂർണ്ണകുംഭൈ മൃഷ്ടാത്മഭിർ നവദുകൂല വിഭൂഷണശ്ര ഗന്ധൈർനൃഭിർ യുവതിഭിശ്ച വിരാജമാനം. അപ്പോൾ പട്ടണം എല്ലാം രാജകൽപ്പന പ്രകാരം അലങ്കരിച്ചിരുന്നു. ആ അലങ്കാരമാണ് പറയുന്നത്. സംസിക്തവർണ്ണ കരുണാം മതഗന്ധതോയൈഹി. അപ്പൊ ആനകളുടെ മതഗന്ധമുള്ള ജലങ്ങളാൽ സംസിക്തവർമ്മ നന്നായി നനയ്ക്കപ്പെട്ട മാർഗം. അപ്പൊ ആന തുമ്പിക്കൈ വെള്ളമെടുത്ത് എല്ലായിടവും നനച്ചു. അപ്പൊ അതുകൊണ്ട് ആ വെള്ളത്തില് ആനയുടെ ആ മതത്തിന്റെ ഗന്ധമുണ്ടെന്നാണ്. ആ ആനയുടെ മതഗന്ധമുള്ള ജലത്താൽ നനയ്ക്കപ്പെട്ട മാർഗത്തോട് രാജവീതിയോട് കൂടിയതും ചിത്രധ്വജൈ നാനാവർണ്ണമുള്ള കൊടികളാലും കനകതോരണ പൂർണ്ണ കുംഭൈ സ്വർണ്ണ തോരണങ്ങളാലും പൂർണ്ണ കുംഭങ്ങളാലും നവദുകൂല വിഭൂഷണ ഷഡ്ഗന്ധൈ നവദുകൂല പുതിയ വസ്ത്രങ്ങളോടും ഭൂഷണ ആഭരണങ്ങളോടും ഷഗ് മാലകളോടും ഗന്ധൈ ചന്ദനത്തോടും മൃഷ്ടാത്മഭി രമ്യമായ ശരീരത്തോടും കൂടിയ നൃഭി പുരുഷന്മാരാലും യുവതിഭി സ്ത്രീകളാലും വിരാജൻ ശോഭിക്കുന്ന പുരത്തെ പ്രവേശിച്ചു. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നല്ലവണ്ണം അലങ്കരിച്ച് ഭഗവാനെ കാണാനായി ആ വീതികളുടെ രണ്ടു വശത്തും നിന്നിരുന്നു. അങ്ങനെയുള്ള പട്ടണത്തിൽ ഭഗവാൻ പ്രവേശിച്ചു. സംസിക്തവർണ്ണകരിണാം മതഗന്ധതോയൈ ചിത്രധ്വജൈ കനകതോരണ പൂർണ്ണകുംഭൈ
മൃഷ്ടാത്മഭിർനവദുകൂല വിഭൂഷണശ്ര ഗന്ധൈർനൃഭിർ യുവതിഭിശ്ച വിരാജമാനം. ശ്ലോകം 33. ഉദ്ദീപ്ത ദീപ ബലിഭി പ്രതിസത്മം ജാല നിര്യാത ധൂപരുചിരം വിലസത്പതാകം മൂർത്യന്ന ഹേമകലശൈ രജതോരു ശൃംഗൈർ ജുഷ്ടം ദദർശ ഭവനൈ കുരുരാജധാമ. ഉദീപ്ത ദീപ ബലിഭി പ്രതിസത്മ ജാല. പ്രതിസത്മ വീടുകൾ തോറും ഉദ്ദീപ്ത ദീപ ബലിഭി. അപ്പൊ വീടുകളെല്ലാം നല്ലവണ്ണം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. വീടുകളുടെ ഉമ്മറത്താണെങ്കിലോ വിളക്കുകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ട് കെട്ടി അലങ്കരിച്ച് കോലമിട്ട് അങ്ങനെ എല്ലായിടവും വീടുകളെല്ലാം ഭംഗി വരുത്തിയിട്ടുണ്ട്. നിര്യാത ധൂപരുചിരം വിലസത് പതാകം. ജാല പ്രതിസത്മ ജാല. ജാല ജനലുകളിൽ നിന്നും പുറപ്പെടുന്ന നിര്യാത ധൂപം, അതായത് വീടുകളിലെല്ലാം ധൂപങ്ങൾ അകരു മുതലായവയൊക്കെ പുകച്ച് ജനലിൽ കൂടി പുറപ്പെടുന്ന ധൂപങ്ങളാൽ മനോഹരമായിരിക്കുന്നു. എല്ലായിടവും ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. വിലസത് പതാക ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കൊടിക്കൂറകളോട് കൂടിയതും മൂർധന്യ ഹേമ കലശൈ, അതായത് ഓരോ വീടിന്റെയും മുകളിലുള്ള സ്വർണ്ണ താഴിക കുടങ്ങൾ. രജതോരു ശൃംഗൈ, വെള്ളി കൊണ്ടുള്ള ശൃംഗങ്ങൾ. ഓരോ വീട്ടിന്റെ മുകളിൽ സ്വർണത്തിനും വെള്ളി കൊണ്ടുള്ള താഴിക കുടങ്ങൾ. അങ്ങനെയുള്ള ഭവനങ്ങളാൽ ഭവനൈഹി ജുഷ്ടം പ്രകാശപ്പെട്ടതുമായ കുരുരാജധാമ, കുരുരാജാവിന്റെ ഭവനം ദദർശ കണ്ടു. അപ്പൊ കുരുരാജാവിന്റെ വാസസ്ഥാനം ദൂരെ നിന്ന് തന്നെ നല്ലവണ്ണം അലങ്കരിച്ചിരിക്കുന്ന ആ രാജധാനി കണ്ടു. ഉദ്ദീപ്ത ദീപബലിഭി പ്രതിസത്മജാല നിര്യാത ധൂപരുചിരം വിലസത്പതാകം മൂർത്തന്യ ഹേമ കലശൈ രജതോരു ശൃംഗൈർ ജുഷ്ടം ദദർശ ഭവനൈ കുരുരാജധാമാം. ശ്ലോകം 34. പ്രാപ്തം നിശമ്യ നരലോചന പാനപാത്രം ഔത്സിക്യ വിശ്ലിഷ്ട കേശദുകൂല ബന്ധ സത്യോ വിസൃജ്യ ഗൃഹകർമ്മ പതീശ്ച തൽപേ ദ്രഷ്ടം യയോർയുവതയസ്മ നരേന്ദ്രമാർഗം. പ്രാപ്തം നിശമ്യ നരലോചന പാനപാത്രം. നരലോചന പാനപാത്രം മനുഷ്യരുടെ കണ്ണുകളാൽ സാദരം നോക്കുന്നതിന് വിഷയീഭൂതമായിരിക്കുന്ന പ്രാപ്തം ആഗതനായിട്ട്, അതായത് ഭഗവാൻ പുരുഷന്മാർ പോലും കണ്ടാൽ മോഹിച്ചു പോകുന്ന ഭഗവാന്റെ ആ മഹിമ. സുന്ദരനാണ് ഭഗവാൻ, അല്ലേ? ത്രൈലോക്യ മഹീയ സോപി മധുരം സമ്മോഹനം മോഹന എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാട്. 3 ലോകങ്ങളെ മോഹിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോഹനമുള്ളതും മധുരമുള്ളതിൽ വെച്ച് മധുരവും ആയ ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ട് ആ മോഹിച്ച് സാദരം നോക്കുവാൻ തക്ക സൗഭാഗ്യലക്ഷ്മിയുടെ വാസസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു എന്ന് കേട്ടപ്പോൾ നരലോചന പാനപാത്രം, മനുഷ്യരുടെ കണ്ണുകൾക്ക് അമൃതമായിരിക്കുന്ന ആ ഭഗവാൻ പ്രാപ്തം ആഗതനായിട്ട് നിശമ്യ കേട്ടിട്ട് ഔത്സുക്യ വിശ്ലേഷിത കേശദുകൂല ബന്ധാക. അപ്പൊ ഭഗവാൻ വന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ആശ്ചര്യഭരിതരായി എന്തു ചെയ്തു? അഴിഞ്ഞ തലമുടികളോടും, തലമുടി കെട്ടിക്കൊണ്ടിരുന്നവർ അതെല്ലാം ഇട്ടിട്ട് ഓടുകയാണ്. അതുപോലെ വസ്ത്രങ്ങൾ ധരിച്ചത് പകുതി, ധരിക്കാത്തത് പകുതി. അങ്ങനെ യുവത സ്ത്രീകൾ ഗൃഹകർമ്മ വീട്ടുപണികൾ ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം ഉപേക്ഷിച്ചിട്ട് തൽപ്പേ ശയ്യയിൽ കിടക്കുന്ന പതിഞ്ച ഭർത്താക്കന്മാരെയും സദ്യ ഉടനെ വിസൃജ ഉപേക്ഷിച്ചിട്ട്, അപ്പോൾ ഭർത്താക്കന്മാർ ഒക്കെ എന്തെങ്കിലും ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക അതും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഭഗവാൻ വന്നെന്നറിഞ്ഞതും ദൃഷ്ടും കാണാനായിക്കൊണ്ട് നരേന്ദ്രമാർഗം, രാജമാർഗത്തെ യയുസ്മ, രാജവീതിയിലേക്ക് ഓടി വന്നു നിന്നു. ഭഗവാനെ കാണാനായിട്ട് ഗൃഹകർമ്മങ്ങളെല്ലാം വിട്ട് മുടി പോലും കെട്ടാതെ വസ്ത്രങ്ങൾ പോലും നേരെ ഒതുക്കി ഉടുക്കാതെ അവർ ഓടി ഭഗവാനെ കാണാനായി വീഥികളിൽ എത്തി നിന്നു. പ്രാപ്തം നിശമ്യ നരലോചന പാനപാത്രം ഔത്സുക്യ വിശ്ലേഷിത കേശദുകൂല ബന്ധാക സദ്യോ വിസൃജ്യ ഗൃഹകർമ്മ പതീംശ്ച തൽപേ ദ്രഷ്ടം യയോർയുവതയസ്മ നരേന്ദ്രമാർഗം. ശ്ലോകം 35. തസ്മിൻ സുസങ്കുല ഇഭാശ്വരഥ ദിപദ്ഭി കൃഷ്ണം സഭാര്യ ഉപലഭ്യ ഗൃഹാതിരൂഢാഃ നാര്യോ വികീര്യ കുസുമൈർ
മനസോപഗുഹ്യ സുസ്വാഗതം വിധതുർ ഉസ്മയ വീക്ഷിതേന തസ്മിൻ സുസങ്കുല ഇഭ അശ്വരഥ ദിപദ്ഭിഹി. ഇഭ എന്ന് വെച്ചാൽ ആന, അശ്വ കുതിര, രഥ തേർ, ദിപദ്ഭി കാലാൾ, ഇവയാൽ സുസങ്കുലേ ഏറ്റവും നിബിഡമായിരിക്കുന്ന തസ്മിൻ അതിൽ ഗൃഹാതിരൂഢ ഗൃഹങ്ങളുടെ സൗധത്തിൽ കരേറിയ നാര്യഹ സ്ത്രീകൾ സഭാര്യം ഭാര്യാസഹിതനായിരിക്കുന്ന കൃഷ്ണനെ ഉപലഭ്യ കണ്ടിട്ട്. അപ്പൊ അവിടെ 4 വിധ സൈന്യങ്ങളുടെയും പട്ടണവാസികളുടെയും സംഘം തിങ്ങിയിരിക്കുന്ന രാജമാർഗത്തിൽ കൂടി ഭഗവാൻ മന്ദം മന്ദം സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെയും ഭാര്യമാരെയും കാണാനായി വീട്ടിന്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്ന സ്ത്രീകൾ ഭഗവാനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? കുസുമൈ പുഷ്പങ്ങൾ വിതറി. പുഷ്പങ്ങൾ ഭഗവാന്റെ ശിരസിൽ വിതറി. അവരുടെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഭഗവാന്റെ ആ ശിരസിൽ പുഷ്പങ്ങൾ വിതറി. എന്നിട്ടോ മനസ്സുകൊണ്ട് ഉപഹിക്കുക, ആലിംഗനം ചെയ്തിട്ട്. അപ്പൊ ഭഗവാനെ ആലിംഗനം ചെയ്യുന്ന മനസ്സിൽ സങ്കല്പിച്ചു ആലിംഗനം ചെയ്യുന്നതായിട്ട്. ഉസ്മയ വീക്ഷിതേന മന്ദസ്മിതത്തോടുകൂടിയ നോട്ടത്താൽ സുസ്വാഗതം ഭഗവാനെ ആ ശോഭനമായ കുശല പ്രശ്നത്തെ ചെയ്തു. അതായത് ഭഗവാനെ കണ്ടപ്പോൾ തന്നെ മനസ്സുകൊണ്ട് തന്നെ അവർ മാറിടത്തിൽ അണച്ച്, ആ ദിവ്യ വിഗ്രഹം തങ്ങളുടെ മാറിടത്തിൽ അണച്ച് മന്ദഹാസത്തോടുകൂടി നോക്കുന്നത് കണ്ടാൽ ഈ കടാക്ഷം കൊണ്ട് തന്നെ ഒന്നാമതായി ചെയ്യേണ്ട കുശല പ്രശ്നം ചെയ്തു നിൽക്കുന്നുവോ എന്ന് തോന്നും, ഭഗവാനോട് സംസാരിക്കുന്നുവോ എന്ന് തോന്നും. അത്ര ഭഗവാനുമായിട്ട് മനസ്സ് താതാത്മ്യം പ്രാപിച്ചാണ് അവര് നിൽക്കുന്നത്. ഭഗവാനിൽ ലയിച്ചങ്ങ് നിൽക്കുകയാണ്. തസ്മിൻ സുസങ്കുല വിഭാശ്വരഥ ദിപദ്ഭി കൃഷ്ണം സഭാര്യമുപലഭ്യ ഗൃഹാതിരൂഢ നാര്യോ വികീര്യ കുസുമൈർ മനസോപഗുഹ്യ സുസ്വാഗതം വിദധുർ ഉസ്മയ വീക്ഷിതേന. ശ്ലോകം 36. ഓജസ്ത്രീയപതി നിരീക്ഷ മുകുന്ദപത്നി സ്ഥാരായതോടുപസഹ കിമകാര്യ അമോഭി യച്ചുഷാം പുരുഷമൗലിർ ഉദാരഹാസ ലീലാവലോക കലയോത്സവ മാതനോദി. ഊജുഹു സ്ത്രീയ പതി നിരീക്ഷ മുകുന്ദപത്നി താര യഥ ഉടുപസഹ. ഉടുപ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രസഹിതനായ താരായത നക്ഷത്രങ്ങൾ, ചന്ദ്രൻ നടുക്കും നക്ഷത്രങ്ങൾ ചുറ്റും നിൽക്കുന്നത് പോലെയാണ് മുകുന്ദപത്നി കൃഷ്ണ ഭാര്യമാരെ സ്ത്രീകൾ പതി മാർഗത്തിൽ നിരീക്ഷ കണ്ടിട്ട്. അതായത് കൃഷ്ണനെ ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ എന്ന പോലെ കൃഷ്ണപത്നിമാരെ കണ്ടിട്ട് ഈ പുരസ്ത്രീകൾ പൂജു പറഞ്ഞു. യച്ചുഷാം യാതൊരുത്തികളുടെ കണ്ണുകൾക്ക് പുരുഷമൗലി ഈ പുരുഷോത്തമൻ ഉദാര ഹാസ ലീലാവലോക കലയ ഉദാരമായ ഹാസത്തോടുകൂടിയ ലീലാവലോകനത്തിന്റെ ലേശത്താൽ ഉത്സവത്തെ ആദനോദി ചെയ്യുന്നു. അപ്പൊ ഇവര് അമുഭിഹി ഇവരാൽ കിം എന്തൊരു പുണ്യം അകാരി ചെയ്യപ്പെട്ടു. ഈ സ്ത്രീകൾ എന്തോ ഒന്ന് പുണ്യം, ഈ കൃഷ്ണപത്നിമാർ എന്തോ ഒന്ന് പുണ്യമാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു പുരുഷോത്തമനെ ഭർത്താവായി ലഭിക്കാൻ ഇവർക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ ഇവർ പുണ്യവതികൾ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ അവരുടെ ആ മന്ദഹാസം, കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം ഇവരുടെ സർവ മനോരഥത്തെയും സാധിപ്പിക്കുന്ന മനോരഥത്തോടു കൂടിയതായതിനാൽ അവരുടെ കണ്ണുകൾക്ക് ആ കടാക്ഷ ദർശനം തന്നെ പരമാനന്ദജനകമായിരിക്കും. അപ്പോൾ ഈ സ്ത്രീകൾ, ഈ കൃഷ്ണപത്നിമാർ വളരെ ഭാഗ്യം ചെയ്തു. ഇവരെന്തോ പുണ്യമാണ് ചെയ്തത്. ഞങ്ങളിപ്പോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പരമാനന്ദം. അപ്പോൾ സദാസമയം കൃഷ്ണനോടൊപ്പം കഴിയുന്ന ഈ സ്ത്രീകൾക്ക് അവർ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മറ്റ് പുരസ്ത്രീകൾ പറയുന്നു. ഓജസ്ത്രീയാപതി നിരീക്ഷ മുകുന്ദപത്നി താരായതോടുപസഹ കിമകാര്യ അമോഭി യച്ചുഷാം പുരുഷമൗലിരുദാരഹാസ ലീലാവലോക കലയോത്സവമാദനോദി. ശ്ലോകം 37. തത്ര തത്രോപസംഗമ്യ പൗരാമംഗളപാണയഃ ചക്രുസപര്യാം കൃഷ്ണസ്യ
ശ്രേണീമുഖ്യ ഹതൈന സഹ. ഹത ഏന സഹ, അതാണ് ഹതൈന സഹ. തത്ര തത്ര ഉപസംഗമ്യ പൗരാഹ മംഗളപാണയ, മംഗളപദാർത്ഥങ്ങൾ കയ്യിൽ ധരിച്ചിരിക്കുന്ന പൗരാഹ, പുരവാസികൾ. അപ്പൊ കൃഷ്ണനെ എതിരാക്കാൻ വേണ്ടി മംഗളപദാർത്ഥങ്ങൾ കയ്യിൽ ധരിച്ചുകൊണ്ട് പുരവാസികൾ തത്ര തത്ര അവിടെ ഇവിടെ ഉപസംഗമ്യ ചേർന്നിട്ട് ഹത ഏന സഹ, ഹനിക്കപ്പെട്ട പാപങ്ങളോടുകൂടി, അതായത് കൃഷ്ണനെ കണ്ടപ്പോൾ തന്നെ അവരുടെ പാപങ്ങളെല്ലാം പോയി. ശ്രേണീമുഖ്യ സംഘമുഖന്മാർ കൃഷ്ണന്റെ സപര്യാം പൂജയെ ചക്രു ചെയ്തു. അപ്പോ അവര് കുറെ കാലമായി കൃഷ്ണനെ കണ്ടിട്ട് ആ കൃഷ്ണനെ കാണാൻ സാധിച്ചത് തന്നെ അവരുടെ ഭാഗ്യമായി അവർ കരുതുകയാണ്. അപ്പൊ അവരുടെ കൃഷ്ണനെ കണ്ടതും അവരുടെ പാപമെല്ലാം നീങ്ങി. ആ ദിവ്യമൂർത്തിയെ ആ ഹൃദയത്തിൽ ആർക്ക് കാണാൻ? അപ്പൊ മുനിമാർ പോലും ഹൃദയത്തിലാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഇവർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടെ ഭക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടി താമ്പൂലം, നാളികേരം, പഴം, പുഷ്പം, ചന്ദനം, പനിനീർ മുതലായ പദാർത്ഥങ്ങൾ താലങ്ങൾ വച്ച് കൃഷ്ണനെ സ്വീകരിച്ചു. അപ്പോ സൂര്യോദയത്തിൽ അന്ധകാരം നീങ്ങുന്നത് പോലെ അവരുടെ ഹൃദയത്തിലുള്ള ആ പാപങ്ങളെല്ലാം കൃഷ്ണനെ കണ്ടതും നീങ്ങി. തത്ര തത്രോപസംഗമ്യ പൗരാമംഗള പാണയഃ ചക്രുസപര്യാം കൃഷ്ണസ്യ ശ്രേണീമുഖ്യ ഹതൈന സഹ. ശ്ലോകം 38. അന്തഃപുരജനൈ പ്രീത്യ മുകുന്ദഫുല്ലലോചനൈഃ സസംഭ്രമൈർ അഭ്യുപേദ പ്രാവിശത് രാജമന്ദിരം. അന്തഃപുരജനൈഃ പ്രീത്യ മുകുന്ദഃ ഫുല്ലലോചനൈഃ, ഫുല്ലലോചനൈഃ വികസിച്ച കണ്ണുകളോട് കൂടിയവരും സസംഭ്രമൈ സംഭ്രമത്തോടു കൂടിയവരുമായ അന്തഃപുരജനെ, അന്തഃപുരത്തിലെ സ്ത്രീകളാൽ പ്രീതിയോടുകൂടി അഭ്യുപേത എതിരേൽക്കപ്പെട്ട് മുകുന്ദൻ മുക്തിപ്രദൻ രാജമന്ദിരം രാജഭവനത്തെ പ്രവേശിച്ചു. അപ്പൊ ഓരോരുത്തരെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അന്തർപുരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അന്തപുര സ്ത്രീകൾ മംഗളപദാർത്ഥങ്ങളോടുകൂടി എതിരേറ്റു. അന്തപുരജനൈ പ്രീത്യ മുകുന്ദഫുല്ലലോചനൈ സസംഭ്രമൈർ അഭ്യുവേദ പ്രാവിശത് രാജമന്ദിരം. ശ്ലോകം 39. വൃഥാ വിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീത ആത്മോത്ഥായ പര്യങ്കാത് സസ്നുഷ പരിഷശ്വജേ. വൃഥാ വിലോക്യ ഭ്രാത്രേയം സഹോദരന്റെ പുത്രനും ത്രിഭുവനേശ്വരം 3 ലോകങ്ങളുടെയും നാഥനുമായ കൃഷ്ണനെ വിലോക്യ കണ്ടിട്ട് പ്രീതാത്മാ സന്തോഷിച്ച മനസ്സോടുകൂടിയ കുന്തി സസ്നുഷ തന്റെ പുത്രഭാര്യയോടുകൂടി, അതായത് ദ്രൗപദിയോടുകൂടി പര്യങ്കാത് മഞ്ചത്തിൽ നിന്ന് ഉത്ഥായ എഴുന്നേറ്റ് പരിഷസ്വജേ ആലിംഗനം ചെയ്തു. അന്തപുരത്തിൽ കൃഷ്ണൻ പ്രവേശിച്ചതും കുന്തി എന്ത് ചെയ്തു? ചാടി എണീറ്റ് തന്റെ പുത്രഭാര്യയായ ദ്രൗപദിയോടുകൂടി ഓടിച്ചെന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. വൃഥാ വിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം പ്രീതാത്മോത്ഥായ പര്യങ്കാത് സസ്നുഷ പരിഷസ്വജേ. ശ്ലോകം 40. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശമാതൃതഃ പൂജായാം നാവിതത്കൃത്യം പ്രമോദോ ഉപഹതോ നൃപ. ഗോവിന്ദം ഗൃഹം ആനീയ ദേവദേവേശം ആദൃത. ദേവദേവനായിരിക്കുന്ന ഗോവിന്ദനെ ഗൃഹത്തെ ആനീയ പ്രാപിച്ചിട്ട് പ്രമോദ ഉപഹത പ്രമോദത്താൽ ഉപഹനിക്കപ്പെട്ട നൃപ രാജാവ് ആദരവോടുകൂടി പൂജയിൽ കൃത്യത്തെ നാവിദത് അറിഞ്ഞില്ല. അപ്പൊ മാതൃസമീപത്തിൽ രാജാവായ ധർമ്മപുത്രർ ഗോവിന്ദനെ സ്വവാസസ്ഥാനമായ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോ ദുർലഭമായ ആർക്കും കാണാൻ കഴിയാത്ത ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവർക്കും സസംഭ്രമമായി, സംഭ്രമിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. നമ്മൾ അങ്ങനെയാണല്ലോ, ഏറ്റവും വലിയ ആൾക്കാർ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ പെട്ടെന്ന്
മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ നമ്മുടെ വീട്ടിൽ വരികയാണ്, അല്ലെങ്കിൽ എതിർച്ചയാ വെച്ച് നമ്മൾ കാണുകയാണ്, നമ്മൾ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു പോകും അല്ലേ? വലിയ ആൾക്കാരെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിശയിച്ചു പോകും. ഇവിടെ ഭഗവാനാണ് വന്നിരിക്കുന്നത്. എല്ലാ പേർക്കും ആശ്ചര്യം, അതിശയം. അവർക്ക് എന്ത് പൂജ ചെയ്യണം എന്ന് പോലും അറിഞ്ഞുകൂടാ, എങ്ങനെ സൽക്കരിക്കണം എന്ന് പോലും അവർക്ക് സംഭ്രമമുണ്ടായി. ദേവന്മാരുടെ അധിപനാണ്, അതായത് ബ്രഹ്മ ശിവാദി മൂർത്തികളുടെയും നിയന്താവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് തങ്ങളുടെ അതിഥിയായി വന്നപ്പോൾ അവരുടെ സന്തോഷാധിക്യ നിമിത്തം അവർ പരിഭ്രമിച്ച മനസ്സോടുകൂടി കൃഷ്ണനെ എങ്ങനെ പൂജിക്കണം എന്നറിയാതെ അവരാകെ കുഴഞ്ഞുപോയി. അപ്പൊ ഭക്തിയുടെ ആധിക്യം കൊണ്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ സാധിച്ചില്ല. ശബരിയുടെ അടുത്ത് ശ്രീരാമൻ ചെന്നപ്പോൾ ശബരിക്ക് എന്ത് ഭഗവാന് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ഏത് ഫലമാണ് കൊടുക്കേണ്ടത്? ശബരി അയ്യോ ഈ പഴം നല്ലതായിരിക്കുമോ എന്ന് പറഞ്ഞ് അതിനെ കടിച്ചു നോക്കും. ഇത് നല്ലതാണോ, പഴുത്തതാണോ, ഇത് ഭഗവാന് കൊടുക്കാൻ കൊള്ളാമോ? ഒരു വെപ്രാളം. അതുപോലത്തെ വെപ്രാളമാണ് ഇവിടെയും എല്ലാ പേർക്കും ഉണ്ടായത്. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശ മാതൃതഃ പൂജായാം നാവിദത് കൃത്യം പ്രമോദോപഹതോ നൃപാം. ശ്ലോകം 41. പിതൃശ്വസുർ ഗുരുസ്ത്രീണാം കൃഷ്ണചക്രേഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിതഃ. പിതൃശ്വസു, പിതൃശ്വസു എന്ന് വെച്ചാൽ പിതാവിന്റെ സഹോദരി, അതായത് കുന്തിയുടെയും ഗുരുസ്ത്രീണാം ഗുരുസ്ത്രീകളുടെയും മറ്റു ഗുരുഭൂതകളായ സ്ത്രീകളുടെയും അഭിവാദനത്തെ കൃഷ്ണൻ ചക്രേ ചെയ്തു. അപ്പൊ അതായത് കുന്തിയെയും അതുപോലെ പ്രായമുള്ള മറ്റ് സ്ത്രീകളെല്ലാം നമസ്കാരം ചെയ്തു. സ്വയം ച താനും കൃഷ്ണനും രാജൻ ഹേ രാജാവേ കൃഷ്ണയാലും ഭഗിനിയാലും അതായത് കൃഷ്ണന്റെ സഹോദരി പാഞ്ചാലിയും കൃഷ്ണ സഹോദരിയും ആയ പിന്നെ സുഭദ്ര, പാഞ്ചാലിയുണ്ട്, പിന്നെ കൃഷ്ണ സഹോദരിയായ സുഭദ്ര, അർജുനന്റെ ഭാര്യ സുഭദ്ര, കൃഷ്ണന്റെ സഹോദരിയാണല്ലോ സുഭദ്ര. കൃഷ്ണ സഹോദരിയും അങ്ങയുടെ പിതാമഹിയുമായ സുഭദ്രയും കൃഷ്ണനെ നമസ്കാരം ചെയ്തു. അപ്പൊ എല്ലാ പേരും കൃഷ്ണൻ, പ്രായമുള്ളവരെ കൃഷ്ണൻ നമസ്കരിച്ചു, മറ്റുള്ളവരെല്ലാം കൃഷ്ണനെ നമസ്കരിച്ചു. പിതൃശ്വസുർ ഗുരുസ്ത്രീണാം കൃഷ്ണചക്രേഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിതാം. ശ്ലോകം 42 43 കൂടെ വായിക്കാം. ശ്വശ്വാസഞ്ചോദിത കൃഷ്ണപത്നി ച സർവശഃ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തഥാ കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യശ്ച അഭ്യഗതായാസ്തു വാസശ്രഗ്മണ്ഡനാദിഭി. ഇനി കൃഷ്ണപത്നിമാരെ എല്ലാം കുന്തിയുടെ കൽപ്പന പ്രകാരം പാഞ്ചാലി എന്തു ചെയ്തു? വേണ്ടും വിധം സ്വീകരിച്ച് അവരെ ഉപചരിച്ചു. വസ്ത്രം, മാല്യ, അലങ്കാരങ്ങൾ എല്ലാം അവർക്ക് വേണ്ടും വിധം കൊടുത്തു. അപ്പൊ ഇവിടെ ആർക്കൊക്കെയാണ് കൊടുത്തു എന്നുള്ളതാണ്. ശ്വശ്വ ഭർത്തൃമാതാവിനാൽ, അതായത് കുന്തിയാൽ സഞ്ചോദിത പ്രേരിപ്പിക്കപ്പെട്ട കൃഷ്ണ എന്ന് വെച്ചാൽ പാഞ്ചാലിയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, കൃഷ്ണ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് പാഞ്ചാലി. അഭ്യാഗത വന്നിരിക്കുന്ന കൃഷ്ണപത്നിയും കൃഷ്ണ ഭാര്യമാരെ സർവശ എല്ലാവരെയും വാസശ്രക് മണ്ഡനാദിപി വസ്ത്രം, മാല്യം, അലങ്കാരം ഇവയാൽ ആനർച്ചു, പൂജിച്ചു. ആരെയൊക്കെയാണ്? രുക്മിണി, സത്യാം സത്യഭാമ, ഭദ്രാം ഭദ്ര, ജാംബവതി തഥാ അപ്രകാരം കാളിന്തി, മിത്രവിന്ദ, ശൈബ്യ, പിന്നെ നാഗ്നജിതി, സതീം അന്യ ചാഭ്യഗത യാസ്തു. മറ്റു ഭാര്യമാരെ എല്ലാവരെയും, കുറച്ചുപേരുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാര്യമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൃഷ്ണപത്നിമാരെയും വസ്ത്രമാല്യ അലങ്കാരങ്ങൾ കൊണ്ട് വേണ്ടും വിധം ഉപചരിച്ചു. ശ്വശ്വാസഞ്ചോദിത കൃഷ്ണപത്നി ച സർവശാ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതി തഥാ
കാളിന്ദീം മിത്രവിന്ദാച ശൈവ്യാം നാഗ്നജിതീം സതീം അന്യശ്ചാപ്യഗതായാസ്തു വാസശ്രക് മണ്ഡന ആദിഭിः. ശ്ലോകം 44. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗ അമാത്യം സഭാര്യം ച നവം നവം. സുഖം നിവാസയാമാസ ധർമ്മരാജഃ ജനാർദ്ദനം സസൈന്യം. ധർമ്മരാജ ധർമ്മപുത്രൻ സസൈന്യം സൈന്യ സഹിതനും സാനുഗ അമാത്യം അനുചരന്മാരോടും മന്ത്രിമാരോടും കൂടിയവനും സഭാര്യം ഭാര്യ സഹിതനുമായ ജനാർദ്ദനം കൃഷ്ണനെ നവം നവം പുതിയ പുതിയ രീതിയിൽ സുഖമാവും വണ്ണം നിവാസയാമാസ നിവസിപ്പിച്ചു. അതായത് ധർമ്മപുത്രൻ കൃഷ്ണനെ സൈന്യങ്ങളെയും ഭൃത്യന്മാരെയും മന്ത്രിമാരെ കൃഷ്ണപത്നിമാരെ എല്ലാം പ്രതി ദിവസം പുതിയ പുതിയ സമ്പ്രദായത്തിൽ സൽക്കാരം ചെയ്ത് അവരെ സുഖമായി പൂജിച്ചു. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗ അമാത്യം സഭാര്യം ച നവം നവം. ശ്ലോകം 45. തർപ്പയിത്വാ കാണ്ഡവേന ഭഗ്നിം ഫാൽഗുണ സംയുത മോചയിത്വാ മയം യേന രാജ്ഞേ ദിവ്യ സഭാകൃത. തർപ്പയിത്വാ കാണ്ഡവേന വന്യം ഫാൽഗുണ സംയുത. ഫാൽഗുണ സംയുത അർജുന സഹിതനായിട്ട് കാണ്ഡവേന കാണ്ഡവം എന്ന വനം കൊണ്ട് വന്യം അഗ്നിയെ തർപ്പയിത്വ തൃപ്തിപ്പെടുത്തിയിട്ട് മയനെ മോചിപ്പിച്ചിട്ട് യേന യാതൊരുത്തനെ കൊണ്ട് രാജ്ഞെ രാജാവിനായിക്കൊണ്ട് ദിവ്യാസഭ ദിവ്യമായിരിക്കുന്ന സഭ കൃത്വ ഉണ്ടാക്കി വച്ചു. അതായത് ഭഗവാൻ ചെയ്ത ഉപകാരം സ്മരിച്ചുകൊണ്ട് പറയുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടോ കാണ്ഡവ വന ദഹിപ്പിച്ച സമയത്ത്, അതായത് അർജുനനോടുകൂടി സഞ്ചരിക്കുമ്പോൾ ഒരു നാൾ ബ്രാഹ്മണ വേഷധാരിയായ അഗ്നി ഭഗവാൻ വന്നു എനിക്ക് ഭിക്ഷ വേണമെന്ന് യാചിച്ചു. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കാണ്ഡവനം ദഹിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ ഇവർക്ക് അഗ്നിക്ക് സമ്മതം കൊടുത്തു. അപ്പോൾ അഗ്നിയെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ അർജുനന് ഗാണ്ഡീവം കൊടുത്തു. അപ്പൊ ഭഗവാനാണ് അഗ്നിയെ കൊണ്ട് അർജുനന് ഗാണ്ഡീവം കൊടുപ്പിച്ചത്. അപ്പൊ ആ കാട്ടുതീയിൽ കിടന്ന് ദഹിക്കാൻ ഭാവിക്കുന്ന മയൻ എന്ന അസുരൻ എന്ത് ചെയ്തു? അസുരൻ വന്ന് അർജുനനെ ശരണം പ്രാപിച്ചു. അപ്പോൾ അർജുനൻ അവനെ അതിൽ നിന്ന് രക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ അതിന് പ്രത്യുപകാരമായി അവനെ കൊണ്ട് ധർമ്മപുത്രർക്ക് രാജ്യ ആലോചന ചെയ്യാൻ തക്കമായ യോഗ്യമുള്ള ഒരു ദിവ്യമായ സഭ നിർമ്മിച്ചു കൊടുത്തു. ഈ സഭയുടെ പ്രത്യേകത എന്താണ്? ഈ സഭയിൽ പ്രവേശിക്കുന്നവർ രാജാവിന്റെ ശത്രുക്കളാണെങ്കിൽ അവർക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാകും. അതായത് സ്ഥലത്തിൽ നിൽക്കുമ്പോൾ ജലമാണെന്ന് തോന്നും, ജലമുള്ളിടത്ത് നിൽക്കുമ്പോൾ സ്ഥലമാണെന്ന് തോന്നും. അങ്ങനെ മായാവിയായ മയൻ നിർമ്മിച്ച ഈ സഭാ മണ്ഡപം ലോകത്തിൽ മറ്റൊരിടത്തും ഇത് കാണാനില്ല. അങ്ങനെ ഭഗവാൻ ചെയ്ത ആ ഉപകാരത്തെ അവര് സ്മരിച്ച് ഭഗവാനെ ഭക്തിപൂർവ്വം സൽക്കരിച്ചിരുത്തി. അതാണ് തർപ്പയിത്വ കാണ്ഡവേന വന്യം ഫാൽഗുണ സംയുത. അർജുന സഹിതനായിട്ട് കാണ്ഡവം എന്ന വനം കൊണ്ട് വന്യം അഗ്നിയെ തർപ്പയിത്വ തൃപ്തിപ്പെടുത്തിയിട്ട് മയനെ മോചിപ്പിച്ചിട്ട് ഏതൊരുത്തനെ കൊണ്ട് രാജാവിനായിക്കൊണ്ട് ദിവ്യാസഭ ദിവ്യമായിരിക്കുന്ന സഭ കൃത ഉണ്ടാക്കി വെച്ചു. കാണ്ഡവനം നമ്മൾ 2-3 പ്രാവശ്യം 1-2 അധ്യായത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കാണ്ഡവനത്തിൽ നിന്നും അർജുനന്റെ ശരണം പ്രാപിച്ച മയനെ കൊണ്ടാണ് ഈ സഭാമണ്ഡപം തീർത്തത്. തർപ്പയിത്വ കാണ്ഡവേന വന്യംബാൽ ഗുണ സംയുത മോചയിത്വ മയം യേന രാജ്ഞേ ദിവ്യ സഭാകൃതാം. ശ്ലോകം 46. ഉവാസ കതിജിന്മാസാൻ രാജ്ഞപ്രിയ ചികീർഷയാ വിഹരഞ്ജതമാരുഹ്യ ഫാൽഗുണേന പടൈർവൃത. ഉവാസ കതിജിന്മാസാൻ രാജ്ഞഃ പ്രിയ ചികീർഷയാ. രാജാവിന് പ്രിയ ചികീർഷ ഇഷ്ടത്തെ ചെയ്യാനുള്ള താല്പര്യത്താൽ, അതായത് യുധിഷ്ഠിരൻ പറഞ്ഞതനുസരിച്ച് ഫാൽഗുണേന അർജുനനാലും ഭടന്മാരാലും വൃതഹ ചുറ്റപ്പെട്ടവനായി രഥം തേരിനെ ആരുഹ്യ കയറയിട്ട് വിരഹൻ ക്രീഡിക്കുന്നവനായി കതിജിൻ മാസം ചില മാസങ്ങൾ ഉവാസ വസിച്ചു. അപ്പൊ ധർമ്മപുത്രർ പറഞ്ഞു കുറെ കാലം ഇവിടെ താമസിക്കണം. അങ്ങനെ അവിടെ
യുധിഷ്ഠിരന്റെ ആജ്ഞ നിർദ്ദേശപ്രകാരം അവിടെ താമസിച്ചു. അപ്പൊ ആ കാലത്തിൽ പലപ്പോഴും അർജുനനോടുകൂടി ഭടന്മാരോടും തേരിൽ കയറി പല സ്ഥലത്തും പോകുമായിരുന്നു, നായാട്ടിനും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ സുഖമായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാനും കൂട്ടരും കഴിച്ചു കൂട്ടുകയാണ്. ഉവാസ കതിജിന്മാസാൻ രാജ്ഞപ്രിയ ചികീർഷയാ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുണേന ഭടൈർവൃതഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ കൃഷ്ണസ്യ ഇന്ദ്രപ്രസ്ഥാഗമനം നാമ ഏക സപ്തതിതമോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.